മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ മകളും കൊച്ചുമകളും ചേർന്നെഴുതിയ ഓർമ്മകളിലെ കളിയച്ചൻ പുസ്തകം വായനക്കാരിലേക്ക്. നിരൂപകൻ ഇ.പി. രാജഗോപാലന് ആദ്യ പ്രതി നൽകിക്കൊണ്ട് എഴുത്തുകാരൻ ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് പുസ്തകം പ്രകാശനം ചെയ്തു. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kuttiyadi. മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ മകൾ വി ലീലാമ്മാളിന്റെ 95ാം ജന്മദിനാഘോഷത്തോടനുബന്ധിച്ചാണ് ലീലാമ്മാളും മകൾ ജയശ്രീ വടയക്കളവും ചേർന്നെഴുതിയ ഓർമ്മകളിലെ കവിയച്ചൻ പുസ്തകം വായനക്കാർക്കായി സമർപ്പിച്ചത്. കോഴിക്കോട് പൂർണ്ണ പബ്ലിക്കേഷൻസാണ് പുസ്തകത്തിന്റെ പ്രസാധകർ. വെള്ളിക്കോത്ത് മഹാകവി പി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വെച്ചാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. വി ലീലാമ്മാൾ, വി രവീന്ദ്രൻ നായർ എന്നിവർ ചേർന്ന് ദീപപ്രോജ്വലനം നടത്തി പരിപാടിക്ക് തുടക്കം കുറിച്ചു. വിശുംഭരൻ വെള്ളിക്കോത്ത് പ്രാർത്ഥനാഗാനം ആലപിച്ചു. തുടർന്ന് പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ അംബികാസുധൻ മാങ്ങാട്, നിരൂപകൻ ഇ.പി. രാജഗോപാലന് ആദ്യ പ്രതി നൽകിക്കൊണ്ട് പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. ആരാലും പിടികൊടുക്കപ്പെടാത്ത കവിയായിരുന്നു പി കുഞ്ഞിരാമൻ നായരെന്നും അദ്ദേഹത്തിന്റെ ഓരോ എഴുത്തും വേറിട്ട അധ്യായങ്ങളാണെന്നും അംബികാസുധൻ മാങ്ങാട് അഭിപ്രായപ്പെട്ടു. എല്ലാം ചേരുമ്പോൾ മാത്രമേ നമുക്ക് കുഞ്ഞിരാമൻ നായർക്ക് തന്നെ കുഞ്ഞിരാമൻ നായർ മനസ്സിലായിട്ടുണ്ടോ? ഇല്ല. കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയിൽ ആദ്യത്തേതിൽ അദ്ദേഹം ഒരുപാട് തവണ ഞാൻ ആരാണ്, ഞാൻ എവിടെ നിന്ന് വരുന്നു, ഞാൻ എങ്ങോട്ട് പോകുന്നു എന്ന് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അന്വേഷണമായിരുന്നു അദ്ദേഹത്തിന് കവിത എന്ന് നമുക്കറിയാം. ഞാൻ ആരാണ് എന്നൊരു കവിതയിൽ അദ്ദേഹം പൊങ്ങുമീ അലകളിൽ മുങ്ങാതെ കിടക്കുന്ന ഞാൻ ആരെന്നറിയാമോ എന്ന് കുഞ്ഞിരാമൻ നായർ വിളിച്ചു ചോദിക്കുന്ന സന്ദർഭവുമുണ്ട്. അപ്പോൾ കവിയെ തന്നെ അന്വേഷിച്ച് നടക്കുകയാണ്. നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് പിടികിട്ടുന്ന ഒരു നിലയിലുള്ള ഒരു മനുഷ്യനല്ല കുഞ്ഞിരാമൻ നായർ. നമ്മുടെ ചെറിയ മാപിനികളിൽ ഒരു വീടിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു മകളുടെ നോട്ടത്തിലോ, ഭർത്താവിൻ്റെ നോട്ടത്തിലോ, ഭാര്യയുടെ നോട്ടത്തിലോ, അമ്മാവൻ്റെ നോട്ടത്തിലോ, അനിയൻ്റെ നോട്ടത്തിലോ കിട്ടുന്ന ഒരു മനുഷ്യനല്ല കുഞ്ഞിരാമൻ നായർ. നമ്മളെയൊക്കെ അങ്ങനെ കിട്ടും. കാരണം നമ്മളൊക്കെ ഇതിൽ അടങ്ങി ഒതുങ്ങി എല്ലാ വ്യവസ്ഥകൾക്കും ഒതുങ്ങി നിൽക്കുന്ന പാവപ്പെട്ട ചെറിയ ചെറിയ മനുഷ്യരോ എഴുത്തുകാരോ ഒക്കെയാണ്. പക്ഷെ കുഞ്ഞിരാമൻ നായർ അങ്ങനെ ആയിരുന്നില്ല. പരിപാടിയിൽ കവി മാധവൻ പുറച്ചേരി അധ്യക്ഷനായി. സീതാദേവി കരിയാട്ട് പുസ്തകം പരിചയപ്പെടുത്തി. ലീലാമ്മാളിനുള്ള സ്നേഹോപഹാരം കവി നാലപ്പാടം പത്മനാഭൻ സമർപ്പിച്ചു. കസ്തൂരിമാൻ സിനിമയിൽ കവിത ആലപിച്ച ഗായകൻ രാജീവ് വെള്ളിക്കോത്തിനുള്ള സ്നേഹോപഹാരം മുരളി വടയക്കളം സമ്മാനിച്ചു. എം പൊക്ലൻ, ദിവാകരൻ വിഷ്ണുമംഗലം, ബാലഗോപാലൻ കാഞ്ഞങ്ങാട്, പി അശോകൻ മാസ്റ്റർ, കെ വി വിദ്യാധരൻ, വി സുരേഷ് മാസ്റ്റർ, വിനു വേലാശ്വരം എന്നിവർ സംസാരിച്ചു. ജയശ്രീ വടയക്കളം മറുമൊഴി പറഞ്ഞു. ജയദേവൻ വടയക്കളം സ്വാഗതവും മുരളീധരൻ വടയക്കളം നന്ദിയും പറഞ്ഞു. തുടർന്ന് മഹാകവി പിയുടെ സർഗാത്മക ജീവിതം ആധാരമാക്കി നാലപ്പാടം പത്മനാഭൻ രചനയും സംവിധാനവും നിർവഹിച്ച കസ്തൂരിമാൻ സിനിമയുടെ പ്രദർശനവും നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.